നമസ്കാരം. ബാബുക്കുട്ടൻ എന്ന ആവിർഭവിൻ്റെ ഓരോ വിശേഷങ്ങളും മലയാളികൾക്ക് അവരുടെ സ്വന്തം വീട്ടിൽ നടക്കുന്ന വിശേഷം പോലെ തന്നെയാണ്. ബാബുക്കുട്ടൻ്റെ ഓരോ വാർത്തകളും കേൾക്കാൻ അവർ കൗതുകത്തോടെ ആകാംക്ഷയോടെ അതുകൊണ്ട് തന്നെ കാത്തിരിക്കാറുമുണ്ട്. ഫ്ലവേഴ്സിൻ്റെ ടോപ്പ് സിംഗർ സീസൺ മുതൽ മലയാളികൾ ബാബുക്കുട്ടൻ്റെ തമാശകളും കുസൃതികളും പൊട്ടിച്ചിരികളും തഗ് ഡയലോഗുകളും അതുപോലെ തന്നെ ജഡ്ജസുമായുള്ള ഇൻട്രാക്ഷനുമൊക്കെ കാതോർത്ത് കേൾക്കാൻ കാത്തിരിക്കുന്നവരാണ്. അതുപോലെ തന്നെ ബാബുക്കുട്ടൻ്റെ ഓരോ പാട്ടും അവർക്ക് വലിയ മനോഹാരിതയോടുകൂടി തന്നെയാണ് അവർ ആസ്വദിച്ചത്. പിന്നീട് സോണി ടി വിയിലേക്ക് എത്തിയപ്പോൾ സോണി ടി വി നടത്തിയ ഷോയിലും ഒന്നാം സ്ഥാനത്തേക്ക് ബാബുക്കുട്ടനെ എത്തിച്ചത് മലയാളികളുടെ സ്നേഹവും അവരുടെ ബാബുക്കുട്ടനോടുള്ള വാത്സല്യവും തന്നെയാണ് എന്ന് എടുത്തു പറയേണ്ടതാണ്. ഓരോ ഷോ വരുമ്പോഴും മലയാളികൾ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നു തന്നെ ബാബുക്കുട്ടൻ്റെ ഷോ കാണാറുണ്ട്. ഇപ്പോഴിതാ ബാബുക്കുട്ടൻ്റെ വീട്ടിലേക്ക് വലിയ ഒരു വിശേഷം കൂടി എത്തിയിരിക്കുകയാണ്. ബാബുക്കുട്ടൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ, കഴിഞ്ഞ ദിവസം സ്കൂൾ വിട്ട് വന്നപ്പോഴാണ് ആ വിശേഷം ഉണ്ടായത് എന്ന് ബാബുക്കുട്ടൻ ലൈവിൽ പറയുകയുണ്ടായി. ആവിർഭവും അനിർവിനെയും, അതായത് ബാബുക്കുട്ടനും സഹോദരിയും ചേർന്ന് നടത്തുന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ 1 കോടിയിൽ ഏറെ സബ്സ്ക്രൈബേഴ്സുമായി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ആ യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഒരു വലിയ സമ്മാനം 1 കോടിയുടെ പ്ലേ ബട്ടണാണ് കഴിഞ്ഞ ദിവസം ആവിർഭവിനും അനിർവിനേക്ക് ലഭിച്ചത്. അതിൻ്റെ സന്തോഷം രണ്ടുപേരും ചേർന്ന് ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു. അങ്ങനെ ബാബുക്കുട്ടൻ്റെ വീട്ടിലേക്ക് പുതിയ ഒരു പ്ലേ ബട്ടൺ കൂടി എത്തിയിരിക്കുകയാണ്. നേരത്തെ 1 ലക്ഷത്തിൻ്റെ പ്ലേ ബട്ടൺ കിട്ടിയപ്പോഴും ബാബുക്കുട്ടനും കുടുംബവും അത് ആഘോഷിച്ചിരുന്നു. ഇപ്പോഴിതാ വീണ്ടും 1 കോടിക്ക് മേളിലേക്ക് സബ്സ്ക്രൈബേഴ്സ് എത്തിയപ്പോൾ യൂട്യൂബ് നൽകിയ ഗോൾഡൻ പ്ലേ ബട്ടൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ബാബുക്കുട്ടൻ കഴിഞ്ഞ ദിവസം ലൈവിൽ എത്തിയത്. തീർച്ചയായിട്ടും ബാബുക്കുട്ടൻ്റെ ആ നേട്ടത്തിലും ഓരോ മലയാളിയും ബാബുക്കുട്ടനെ ഇഷ്ടപ്പെടുന്ന ഓരോ ആളുകളും ആഹ്ലാദിക്കുന്നുണ്ട്, ആഘോഷിക്കുന്നുണ്ട് എന്ന് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്.